നമ്മുടെ മിക്കവാറും എല്ലാവരുടെ വീടുകളിലുള്ള സാധനമാണ് വിളക്കുകൾ, ഓട്ടുരുളികൾ, ഓട്ടുപാത്രങ്ങളൊക്കെ. ഇത് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോയി അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടണില്ലേ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ വിളക്കിലും ഭയങ്കരമായിട്ട് കളറൊക്കെ പോയി ഡിമ്മായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടെക്നിക്ക് ചെയ്തപ്പോൾ നല്ല അടിപൊളി കളറൊക്കെ വന്നു എൻ്റെ വിളക്ക്. അപ്പോൾ ആ ടെക്നിക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ആ വിളക്കിനെ ഒന്ന് ടിഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉണ്ടോ നമ്മൾ തുടച്ചെടുക്കണം. അതിലുള്ള ഓയിലിൻ്റെ കണ്ടൻറ്റിനെ ആദ്യം മാറ്റുകയാണ്. അതുമാതിരി തന്നെ ആ ഒരു പച്ച കളറിലെ ഓയിലിൻ്റെ ഗ്രീസൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് തുടച്ച് മാറ്റാം നമുക്ക്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു ട്രിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നുവെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി പറയണേ. അപ്പം നമ്മൾ ഇതിനെ കുറച്ച് ഡിഷ് വാഷർ ഉപയോഗിച്ച് ഈ വിളക്കിനെ നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓയിലിൻ്റെ കണ്ടൻറ്റിനെ ഒന്ന് മാറ്റുകയാണ്. വേണമെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കാം. ഞാനിവിടെ സാധാ സ്ക്രബ്ബർ മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഓയിലിനെ നന്നായി ഒന്ന് കഴുകിക്കളയാണ്. ഇപ്പോൾ ഓയിലൊന്നും ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കഴുകിയതിന് ശേഷം അടുത്ത ട്രിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ദാ ഇന്നത്തെ താരമാണ് നമ്മുടെ നാരങ്ങ. അതന്നെ, ചെറുനാരങ്ങയോ അല്ലെങ്കിൽ വലിയ നാരങ്ങയോ ഏത് നാരങ്ങ വേണമെങ്കിൽ എടുക്കാം. അപ്പം നാരങ്ങ എടുത്തിട്ട് രണ്ടായി കട്ട് ചെയ്യുക. എന്നിട്ട് ആ നാരങ്ങ നന്നായി ഇതുപോലെ തോലോടുകൂടി വെച്ച് അതിലേക്ക് വെച്ച് നമ്മുടെ ഊട്ടുപാത്രത്തിൽ ഞാനിവിടെ വിളക്കിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കളർ വരാനുള്ള ട്രിക്ക് മാത്രമാണ്. അത് ഇപ്പോൾ ഈ എണ്ണയുടെ ഒരുപാട് മയം കട്ടിയായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉരച്ച് തന്നെ കളയണം. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായി ഒന്ന് എല്ലാവിടേക്കും റബ്ബ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് ഏകദേശം ഒരു 10 മിനിറ്റായി. ഞാൻ ഇതിലുള്ള ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പിടിച്ചിട്ടുള്ളതൊക്കെ കത്തി ഉപയോഗിച്ചിട്ടും അതല്ലാതെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം എഗെയിൻ ആ നാരങ്ങയുടെ തോട് കൊണ്ട് തന്നെ റബ്ബ് ചെയ്യണം. എക്സ്ട്രാ നാരങ്ങ ഒന്നും എടുത്തിട്ടില്ല, അതേ നാരങ്ങയുടെ തോട് കൊണ്ട് തന്നെയാണ് റബ്ബ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കളറ് നന്നായി ചേഞ്ച് ആയിട്ടുള്ളത്. എല്ലാവിടേക്കും ഒന്നും കൂടി റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഇനി നമുക്ക് കഴുകിയെടുക്കാം. ജസ്റ്റ് എല്ലാവിടേക്കും ഒന്നും കൂടി റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് എന്ന് മാത്രം. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കളറ് മാറിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഒന്നും കൂടി നന്നായി ഒന്ന് ആ നാരങ്ങയുടെ അംശം മുഴുവൻ കഴുകി കളഞ്ഞതിന് ശേഷം എഗെയിൻ ഡിഷ് വാഷിംഗ് ലിക്വിഡും പിന്നെ നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബും ഉപയോഗിച്ചാണ് കഴുകുന്നത്. സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് കഴുകാനുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞല്ലോ, ആ എണ്ണ ഒരു കുറച്ച് സ്ഥലത്തൊക്കെ കട്ടിയായിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിച്ച് കഴുകി കളയുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് എല്ലാ സ്ഥലവും ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വിളക്കിൻ്റെ കളറ് സത്യം പറയാമല്ലോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും. അങ്ങനത്തെ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള ട്രിക്കിൻ്റെ വീഡിയോവും ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇനി നമുക്ക് അതിനെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ കളറ് ചേഞ്ച് ആയിരിക്കുന്നത്. ഇത് ആദ്യം കണ്ട വിളക്കാണെന്ന് നിങ്ങൾ പറയുമോ? കണ്ടോ, അത്രയും കളർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ടിപ്പ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ. നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.